വ്രതശുദ്ധിയോടെ ആചാരങ്ങൾ പാലിക്കുന്നതിൽ അതീവ നിഷ്ഠയുള്ള ഒരു താപസനുണ്ടായിരുന്നു. വേദഗ്രന്ഥങ്ങളിലെ അഗാധമായ പാണ്ഡിത്യം അദ്ദേഹത്തിന് ധാരാളം ശിഷ്യന്മാരെ നേടിക്കൊടുത്തു. എന്നാൽ സേവനം, സഹായം തുടങ്ങിയ വാക്കുകൾ അദ്ദേഹത്തിന്റെ നിഘണ്ടുവിൽ ഉണ്ടായിരുന്നില്ല. ആരെയും ഉപദ്രവിക്കില്ല, എന്നാൽ ആർക്കും ഒരു നന്മയും ചെയ്യുകയില്ല. ഈശ്വരധ്യാനം മാത്രമാണ് ജീവിത സാഫല്യമെന്ന് അദ്ദേഹം അടിയുറച്ച് വിശ്വസിച്ചിരുന്നു. ഒടുവിൽ ധ്യാനത്തിനിടെ അദ്ദേഹം സമാധി പ്രാപിച്ചു. എന്നാൽ പരലോകത്ത് അദ്ദേഹത്തെ കാത്തിരുന്നത് മറ്റൊന്നായിരുന്നു. ഈശ്വരൻ പ്രത്യക്ഷപ്പെട്ട് അരുളി ചെയ്തു, നീ വീണ്ടും ഭൂമിയിൽ പോയി മനുഷ്യനായി ജനിക്കേണ്ടിയിരിക്കുന്നു. അമ്പരന്ന താപസൻ ചോദിച്ചു, പ്രഭോ, ജീവിതം മുഴുവൻ അങ്ങയെ ധ്യാനിച്ചിട്ടും എനിക്ക് എന്തുകൊണ്ട് മോക്ഷം നിഷേധിക്കുന്നു? ഈശ്വരന്റെ മറുപടി ഇപ്രകാരമായിരുന്നു, ഒരാൾക്ക് പോലും ഗുണമില്ലാത്ത, ആർക്കും നന്മ ചെയ്യാത്ത നിനക്ക് എങ്ങനെയാണ് മോക്ഷം ലഭിക്കുന്നത്? അറിവ് ഉണ്ടായിട്ടല്ല കാര്യം, അത് എങ്ങനെ പ്രയോഗിക്കുന്നു എന്നതിലാണ് കാര്യം. സുഹൃത്തുക്കളെ, മറ്റാർക്കും ഇല്ലാത്ത അറിവുകളുടെ ശേഖരം ഒരുപക്ഷെ വിജ്ഞാനവേദികളിൽ കയ്യടി നേടിത്തന്നേക്കാം. എന്നാൽ അറിവിന്റെ ഭാണ്ഡക്കെട്ടിന്റെ ഭാരത്തിലല്ല, മറിച്ച് അതിന്റെ പ്രയോജനക്ഷമതയിലാണ് ഈശ്വരനും ലോകവും മനുഷ്യനെ അളക്കുന്നത്. കർമ്മമാണ് പ്രധാനം. ഒന്നും ചെയ്യാതിരിക്കാൻ ആർക്കും സാധിക്കും. കഴിവുണ്ടായിട്ടും അത് പുറത്തെടുക്കാതെ സ്വന്തം ഉള്ളിലെ ഇരുട്ടുമുറിയിൽ ഒളിച്ചിരിക്കുന്നവർ പരിഹാസ്യരാണ്. നല്ല ഉദ്ദേശങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുന്നത് കൊണ്ടോ അത് പ്രസംഗിക്കുന്നത് കൊണ്ടോ മാത്രം ലോകം മാറില്ല. മറിച്ച് അത് പ്രവൃത്തിയിൽ കാണിക്കുന്നവർക്കാണ് യഥാർത്ഥ സ്വർഗരാജ്യം ലഭിക്കുക. തിന്മയുടെ അട്ടഹാസത്തേക്കാൾ ഭയാനകമാണ് നന്മയുടെ കുറ്റകരമായ നിശബ്ദത. നാം നേടുന്ന അറിവുകൾ ഒരാൾക്കെങ്കിലും വഴിവിളക്കാകുന്നില്ല എങ്കിൽ, ആരെയെങ്കിലും ഒന്ന് കൈപിടിച്ചു ഉയർത്താൻ ഉതകുന്നില്ല എങ്കിൽ, പിന്നെ എന്തിനാണ് ആ അറിവിനു വേണ്ടി നാം കഷ്ടപ്പെടുന്നത്? അപരന്റെ കണ്ണിലെ ഈശ്വരനെ കാണാൻ സാധിക്കാത്തവന് കഠിന തപസ്സും സാധനകൾ കൊണ്ടും എന്താണ് പ്രയോജനം? ദൈവത്തെക്കുറിച്ച് പഠിക്കാനുള്ള ഏക മാർഗം മനുഷ്യന്റെ ആവശ്യങ്ങളെക്കുറിച്ച് പഠിക്കുക എന്നതാണ്. മനുഷ്യന്റെ പീഡാനുഭവങ്ങളിൽ അവന് നൽകുന്ന കൈത്താങ്ങാണ് ഏറ്റവും നല്ല പ്രാർത്ഥന. ഉദ്ദേശശുദ്ധി കൊണ്ട് മാത്രം ഈശ്വരനിലേക്കുള്ള യാത്ര പൂർണ്ണമാകില്ല. വഴിവെക്കിൽ ജീവിതത്തിന്റെ ഏതെങ്കിലും കോണിൽ വെളിച്ചം അണഞ്ഞുപോയ ഒരുപാട് പേരുണ്ടാകും. ഒരൽപ്പം ആശ്വാസം തേടുന്നവർ. അവരിൽ ഒരാൾക്കെങ്കിലും പ്രതീക്ഷയുടെ ചെറു പുഞ്ചിരി നൽകാൻ കഴിയാത്തവർക്ക് എങ്ങനെയാണ് ഈശ്വരനെ പ്രതീക്ഷിക്കാൻ കഴിയുകയും മോക്ഷം സാധിക്കുകയും ചെയ്യുക? ഓർക്കുക, ധ്യാനത്തിന് ദയയുടെ നനവുണ്ടാകണം, വിജ്ഞാനത്തിന് സ്നേഹത്തിന്റെ സുഗന്ധവും. ഈ ക്രിസ്മസ് ദിനത്തിൽ ഈ സന്ദേശം മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ സാധിക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും വലിയ സുഹൃതം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. നിങ്ങളുടെ പ്രതികരണങ്ങളാണ് എൻ്റെ മോട്ടിവേഷൻ. താങ്ക്